എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് മരണമാസ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ്, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ എന്നിവർ തകർത്തഭിനയിച്ച ഡാർക്ക് കോമഡി മൂവിയാണ് മരണമാസ്. ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയ ചിത്രം ഇപ്പോൾ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി ത്രില്ലർ മൂവിയാണ് അയ്യർ ഇൻ അറേബ്യ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ചിത്രം മെയ് 16 സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നെസിപ്പായ എന്ന തമിഴ് മൂവിയെക്കുറിച്ചാണ്. ആകാശ് മുരളി, അദിതി ശങ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നെസിപ്പായ. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ചിത്രം മെയ് 16 സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഡാൻസ് പാർട്ടി എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. ശ്രീനാഥ് ബാസി, ഷൈം ടോം ചാക്കോ, പ്രയാഗ മാർട്ടിൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ തകർത്ത് അഭിനയിച്ച കോമഡി ത്രില്ലർ മൂവിയാണ് ഡാൻസ് പാർട്ടി. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ചിത്രം മെയ് 23 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഉണ്ണി മുകുന്ദനും നിഖില വിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി ഡ്രാമ മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം മാത്രം സ്വന്തമാക്കിയ ചിത്രം മെയ് 30 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് തുടരും എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. മോഹൻലാലും ശോഭനയും തകർത്തഭിനയിച്ച ക്രൈം ത്രില്ലർ ഫാമിലി എന്റർടൈനർ മൂവിയാണ് തുടരും. തിയേറ്ററുകളിൽ നിന്നും ഇപ്പോഴും നല്ലൊരു കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രം മെയ് 23 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനും സിനിമാ വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.